പ്രധാന നൊബേൽ ജേതാവായ വെനസ്വേലിയൻ പ്രതിപക്ഷ നേതാവ് മരിയ കുരീന മച്ചാഡോ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കണ്ടു. വൈറ്റ് ഹൗസിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. മച്ചാഡോ തന്റെ നൊബേൽ മെഡൽ ട്രംപിന് സമ്മാനിച്ചു. വെനസ്വേലയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് തന്റെ തീരുമാനമെന്ന് അവർ മാധ്യമങ്ങളോട് പറഞ്ഞു. മച്ചാഡോയ്ക്ക് ട്രംപ് ട്രൂത്ത് സോഷ്യൽ വഴി നന്ദി രേഖപ്പെടുത്തി. I presented the President of the United States the medal of the Nobel Peace Prize, and I told him this. Listen to this. 200 years ago, General Lafayette gave Simón Bolívar a medal with George Washington face on it. Bolívar since then kept that medal for the rest of his life. Actually, when you see his portraits, you can see the medal there. And it was given by General Lafayette as a sign of the brotherhood between the United States, people of the United States and the people of Venezuela in their fight for freedom against tyranny. And 200 years in history, the people of Bolivar are giving back to the heir of Washington a medal, in this case a medal of the Nobel Peace Prize, as a recognition. അജയ് സുധാ ബിജു വെനസ്വേലൻ രാഷ്ട്രീയത്തിൽ വലിയൊരു മാറ്റമാണ്. കാരണം അവിടുത്തെ പ്രധാന ആളുകളൊക്കെ ഇപ്പോൾ ട്രംപിനൊപ്പം ചേരുന്നു. മഡ്യൂറോ ജയിലിലാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? രഞ്ജിത്ത്, എന്തൊക്കെ പറഞ്ഞാലും ട്രംപിൻ്റെ ഏറെക്കാലമായിട്ടുള്ള ഒരു ആഗ്രഹം സഫലമായി. നേരിട്ടല്ലെങ്കിലും മറ്റൊരു രീതിയിൽ അദ്ദേഹത്തിന് നൊബേൽ പുരസ്കാരം ലഭിച്ചു. ഇതിനു മുൻപേ കഴിഞ്ഞ വർഷം അദ്ദേഹം താൻ നൊബേൽ പുരസ്കാരത്തിന് അർഹനാണെന്ന് പറഞ്ഞുകൊണ്ട് പല ആവർത്തി രംഗത്ത് വന്നിരുന്നു. എന്നാൽ നൊബേൽ കമ്മിറ്റി മരിയ കുരീന മച്ചാഡോയാണ് ഈ നൊബേൽ പുരസ്കാര ജേതാവായി 2025 പ്രഖ്യാപിച്ചത്. ഈ വെനസ്വേലയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന്, അവിടെയുള്ള ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള പ്രതിഷേധങ്ങൾ എല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് അവരെ പുരസ്കാരത്തിന് അർഹയാക്കിയത് എന്നായിരുന്നു ഈ നൊബേൽ കമ്മിറ്റിയുടെ വിശദീകരണം. നിലവിൽ ഇപ്പോൾ വെനസ്വേലയിൽ അമേരിക്ക നടത്തിയിട്ടുള്ള ഒരു രഹസ്യ ഓപ്പറേഷൻ നിക്കോളാസ് മഡുറോയെ ജയിലിൽ അടച്ച നടപടി, അപ്പോൾ ഇതെല്ലാം കാരണം അവിടെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഒഴിവ് അവിടെ സംജാതമായിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഇടക്കാല പ്രസിഡന്റായിട്ട് നിയമിച്ചിട്ടുള്ളത് ഡെൽസി റോഡ്രിഗോസിനെ ആണെങ്കിലും ഇനി അടുത്ത് ഈ മരിയ കുരീന മച്ചാഡോയെ ആ അധികാര സ്ഥാനത്തേക്ക് തിരിച്ച് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം, അത് അവിടെയുള്ള ഒരു രാഷ്ട്രീയ മാറ്റത്തിന് തന്നെയാണ് അവർ നീക്കം നടത്തുന്നത്. അതിന് ട്രംപിൻ്റെ പിന്തുണ തേടിക്കൊണ്ടാണ് തീർച്ചയായിട്ടും അവർ വൈറ്റ് ഹൗസിലെത്തിയത്. വൈറ്റ് ഹൗസിലെത്തി അവർ ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി. മാത്രമല്ല നിരവധി സെനറ്റർമാരുമായിട്ടും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എന്താണ് ഇവർ ചർച്ച ചെയ്തതെന്ന് നിലവിൽ വ്യക്തമാക്കിയിട്ടില്ല. അതിൻ്റെ പ്രസ്താവനകളെല്ലാം ഇനി ട്രംപ് മാധ്യമങ്ങളെ കണ്ട് അത് വിശദീകരിക്കണം. എന്തായാലും ആ കൂടിക്കാഴ്ചക്കിടെയാണ് ഇപ്പോൾ മരിയ കുരീന മച്ചാഡോ തനിക്ക് ലഭിച്ച നൊബേൽ പുരസ്കാരം ട്രംപിന് കൈമാറി. വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.